ഈ പ്രാവശ്യം നമ്മളൊരു ഹണ്ടിങ്ങിന് പോവാണ്, ബ്ലാക്ക് ഗോൾഡ് ഹണ്ടിങ്. അപ്പോൾ ഈ ഹണ്ടിങ്ങിന് നമുക്കൊരു സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ഉണ്ട്. 2 year old ലാബ്രഡോറാണ് ടാസ്. അപ്പോൾ ഈ ലാബ്രഡോർ നമ്മൾ ഹെൽപ്പ് ചെയ്യും, കാരണം നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഈ സാധനം അണ്ടർ ദ ഗ്രൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഗോൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ട്രഫിൾ. വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് 10 ഇൻഗ്രീഡിയൻസ് ഇൻ ദ വേൾഡിൽ പെട്ടതാണ് ട്രഫിൾ. ഇത് ബ്ലാക്ക് ട്രഫിളാണ്. ഇത് ഒരു ഫംഗിയാണ്, ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് എ ഫംഗി, അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ ഫ്രൂട്ട്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് മഷ്റൂം എന്നൊക്കെ ഇതിനെ പറയാം. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്, ബ്ലാക്ക് ട്രഫിൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹണ്ടിനാണ് നമ്മൾ വന്നത്. ടാസിൻ്റെ കൂടെയാണ് വന്നത്. ഇതിന് നല്ലൊരു സ്ട്രോങ് സ്മെല്ലുണ്ട്, അങ്ങനെയാണ് ഡോഗ് ഇത് കണ്ടുപിടിക്കുന്നത്. പണ്ട് കാലത്ത് പിഗിനെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, പക്ഷേ പിഗ് ഇത് ഈറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് ഡാമേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരത് ഡോഗിനെ യൂസ് ചെയ്ത് തുടങ്ങി. ട്യൂബർ ജനുസിൽപ്പെട്ട ഒരു ഫംഗി അല്ലെങ്കിൽ ഫംഗസ് ആണ് ട്രഫിൾ. ലോകത്ത് 5000-ലധികം ട്രഫിൾ സ്പീഷീസ് ഉണ്ടെങ്കിലും 70 സ്പീഷീസ് മാത്രമേ എഡിബിൾ ആയിട്ടുള്ളത്. 1999 ഓസ്ട്രേലിയയിൽ ആദ്യത്തെ ട്രഫിൾ കണ്ടെത്തുന്നത്. ഇന്ന് ലോകത്തിലെ ട്രഫിൾ പ്രൊഡ്യൂസിംഗ് കൺട്രീസിൽ 4ാം സ്ഥാനമാണ് ഓസ്ട്രേലിയക്ക്. 85 മുതൽ 90% വരെ 60ഓളം രാജ്യങ്ങളിലേക്കായി കയറ്റുമതി ചെയ്യുന്നു. പല ഫ്രഞ്ച് ഡിഷസിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ട്രഫിൾ. ഒരു ലോങ് ലാസ്റ്റിംഗ് അരോമയും സ്പെഷ്യൽ എക്സ്ട്രാ ഫ്ലേവറും ഇതിൻ്റെ പ്രത്യേകതയാണ്. ട്രഫിൾ ഒരു കംപ്ലീറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണെന്നും പറയപ്പെടുന്നു. പിന്നെ ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ്, ആൻറ്റി ഓക്സിഡൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്നിങ്ങനെ എല്ലാം ഉണ്ട്. ബ്ലാക്ക് ഡയമണ്ട് ഓഫ് ദ കിച്ചൺ എന്ന ഓമനപ്പേര് കൂടിയുണ്ട് ട്രഫിളിന്. ഭൂമിക്ക് അടിയിലായതുകൊണ്ട് വളർച്ചയ്ക്ക് ആവശ്യമായ വസ്തുക്കൾക്ക് ട്രഫിൾസ് ഹോസ്റ്റ് ട്രീയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ട്രഫിൾസിന് ആവശ്യമായ ഫോട്ടോസിന്തസൈസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഹോസ്റ്റ് ട്രീ നൽകുന്നു. അതിനു പകരം ന്യൂട്രിയൻസും മിനറൽസും ട്രഫിൾ ഹോസ്റ്റ് ട്രീക്ക് നൽകുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ്. അതിനുവേണ്ടി മൈസീലിയ എന്ന് പറഞ്ഞിട്ടുള്ള സൂക്ഷ്മ നാരുകൾ കൊണ്ട് ഒരു കോളനി തന്നെ ചുറ്റും തീർത്തിരിക്കുകയാണ് ട്രഫിൾസ്. 20 gram ട്രഫിളിന് $50, ഏകദേശം 2500 രൂപ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നാട്ടിലെ കാവത്ത് അല്ലെങ്കിൽ കാച്ചിൽ പോലെയൊക്കെ ഇരിക്കെങ്കിലും ഇതൊരു സംഭവമാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്. വേൾഡിലെ ഏറ്റവും വലിയ വൈറ്റ് ട്രഫിൾ ഇറ്റലിയിൽ നിന്ന് 2014 കണ്ടത്. അത് ഒരു ഓപ്ഷനിൽ $61,000, അതായത് ഏകദേശം 45 ലക്ഷം രൂപയ്ക്കാണ് അത് സെല് ചെയ്തത്. അപ്പോൾ ഒരു എക്സ്പെൻസീവാണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് ഇറ്റാലിയൻ ആൽബ വൈറ്റ് ട്രഫിളാണ്. അപ്പോൾ ഇത് എക്സ്പെൻസീവ് ആവാനായിട്ട് കുറേ കാരണങ്ങളുണ്ട്. ഇത് ചില ട്രീകളുടെ താഴത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് ഫ്രഞ്ച് ഓക്കാണ്. ഇവിടെ 3 തരം ഓക്ക് ട്രീസ് ആണുള്ളത്. ഓക്ക് ട്രീസ്, പൈൻ ട്രീസ്, പോപ്പുലർ ട്രീസ്, ഹേസൽനട്ട് ട്രീസ്, പിന്നെ ബേർച്ച് ട്രീസ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ട്രീസിൻ്റെ അടിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈവൻ ഈ ട്രീ നമ്മൾ പ്ലാന്റ് ചെയ്താൽ തന്നെ അതിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. അതിന് സ്പെഷ്യൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പിന്നെ സോയില്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തു വന്നാൽ മാത്രമാണ് ട്രഫിൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ട്രഫിൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ കണ്ടു ഗൈഡ് ഡോഗ്സിനെ, അപ്പോൾ ഹണ്ടിങ് ഡോഗ്സ്, അപ്പോൾ ലാബ്രഡോർ ആണ് നമ്മൾ കണ്ടത്, ടാസിനെ. അപ്പോൾ ഈ ഡോഗ്സ് ഇതിന് സ്പെഷ്യൽ ഭയങ്കര ഒരു സ്ട്രോങ് സ്മെല്ലാണ്, ഒരു ഇർത്തി നട്ടി ഫ്രൂട്ടി ഒക്കെ ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഡോഗ്സ് സ്നിഫ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്.
പണ്ട് കാലത്ത് പിഗിനെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ പിഗ്സിന് 1 മീറ്റർ താഴെ വരെ അതിൻ്റെ അടിയിലുള്ള സാധനങ്ങൾ കണ്ടെത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ പിഗിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ കണ്ടെത്തുന്ന സാധനങ്ങൾ അവന്മാർ തന്നെ തിന്നും, അല്ലെങ്കിൽ അത് ഡാമേജ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇവൻച്വലി അവർ ഡോഗ്സിനെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഡോഗ്സ് ആകുമ്പോൾ അവർക്ക് ഏത് ട്രീറ്റ് കൊടുത്താലും അവർ ഹാപ്പിയാണ്. പിന്നെ ഇതിന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് വിത്തിൻ 5 to 7 days അതിൻ്റെ ഉള്ളിൽ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കുറഞ്ഞു വരും. അപ്പോൾ ട്രഫിൾ ഒരു കുക്കിംഗ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് പല കുക്കിംഗ് ഡിഷിൻ്റെ ഇതിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം, സ്ലൈസ് ചെയ്തിടാം. ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്പെഷ്യൽ അരോമ പോവും. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ട്രഫിൾ ചീസ് ഉണ്ട്, പിന്നെ പംകിൻ സൂപ്പിൽ ട്രഫിൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ട്രഫിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ട്രഫിൾ, നമ്മൾ ആ ഡിഗ് ചെയ്തെടുത്ത ട്രഫിൾ. ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ചീസിനകത്ത് ട്രഫിൾ കാണിച്ചിട്ട്, അപ്പോൾ നമ്മൾ ഡിഗ് ചെയ്തെടുത്ത ട്രഫിൾ കണ്ടോ, സ്ലൈസ് ചെയ്തിട്ട് ഈ കാണുന്ന ഈ ചോക്ലേറ്റ് കളറ് കാണുന്നതാണ് ട്രഫിൾ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ചീസ്. Okay, so this is Jason, the owner of the Truffle farm. He got the ownership of the farm in 2016. And then we heard a lot of wonderful stories about him. So he's going to talk about something about the Truffle farm. So this farm, we took ownership in 2016. So when I got here in 2009, the farm was 1,500 trees. Now we're at 7,000 trees. So every year we're trying to grow. We find that we're a little bit of a secret here in Canberra, something that people don't know about, something to look forward to in winter, with about 5,000 guests. Obviously with COVID hitting this year, it's been a bit devastating, but we'll be here again next year, and hopefully Canberrans get out to support us. Yeah, but because of COVID, we actually got a chance to come and visit because there's been a few cancellations, so it was fully booked up. The other question is how big is the farm? So the farm in total is 120 acres. Wow. So we haven't utilised all of that with truffle trees. We've got about 40 acres under plan. So 7,000 trees under 40 acres. So it's very interesting because it was a beautiful, expensive ingredient. So thanks, Jason, for letting us in the farm. You're welcome. And good luck with your business. Thank you. Look forward to ഇത്ര നേരവും ട്രഫിൾസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കഥ പറയാൻ പോവുകയാണ്. ഇത് സാംസന്റെ കഥയാണ്, സാംസന്റെയും ജെയ്സന്റെയും കഥ. ഒരിക്കലും ആർക്കും വേണ്ടാതിരുന്ന ഒരു ലാബ്രഡോർ ഡോഗിന് പിന്നീട് ഒരു ഇറ്റാലിയൻ കമ്പനി ഏകദേശം 86 ലക്ഷത്തിന് വില പറഞ്ഞ കഥ. വെറും ഒരു ഡോഗ് ട്രെയിനറായ ജെയ്സൺ 120 ഏക്കേഴ്സുള്ള കാൻബറയിലെ ഒരേ ഒരു ട്രഫിൾ ഫാമിൻ്റെ ഓണറായ കഥ. ഒരു അൺയൂഷ്വൽ പാർട്ട്ണർഷിപ്പിൻ്റെ കഥ. ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസിൽ ഡോഗ് ട്രെയിനറായി ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥലം മാറിപ്പോകുന്ന ഒരു സഹപ്രവർത്തകൻ്റെ കയ്യിൽ നിന്നാണ് ജെയ്സന് സാംസനെ കിട്ടുന്നത്. 3 പേര് റിജക്റ്റ് ചെയ്ത സാംസനെ വേറെ വഴിയില്ലാതെ പുട്ട് ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ജെയ്സൺ ഒരു രക്ഷകനായി എത്തുന്നത്. സാംസണിൽ വളരെയധികം പ്രത്യേകതകളുള്ളതായി ജെയ്സൺ കണ്ടെത്തി. അതായത് ഒരു സ്പെഷ്യൽ ഡ്രൈവ്, വളരെയധികം ഫോക്കസ്ഡ്. 2007 വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ പെർത്തിലുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ട്രഫിൾ ഫാം വൈൻ ആൻഡ് ട്രഫിൾ കമ്പനിയുടെ ട്രഫിൾ ഫാമിൽ നടത്തിയ ഹണ്ടിൽ 10 മിനിറ്റിൽ 4 കിലോളം ട്രഫിളാണ് സാംസൺ ജെയ്സൺ കൂട്ടുകെട്ട് കണ്ടെത്തിയത്. അന്ന് 1 കിലോയിന് ഏകദേശം 1 ലക്ഷത്തോളം രൂപ വരെ വിലയുണ്ട്. ഈ ഒരു ഹണ്ടിലൂടെ പെസ്റ്റ് ഹണ്ടിങ് ഡോഗായ സാംസൺ ട്രഫിൾ ഹണ്ടിങ്ങിൻ്റെ രാജാവായി മാറുന്നു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഏകദേശം 86 ലക്ഷം രൂപയാണ് സാംസന് ഒരു ഇറ്റാലിയൻ കമ്പനി അന്ന് ഓഫർ ചെയ്തത്. പല ഫാമുകളിലും സാംസൺ കോൺട്രാക്ട് ട്രഫിൾ ഹണ്ടറായിട്ട് വർക്ക് ചെയ്തു. മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന ഒരുപാട് ബ്ലാക്ക് ഗോൾഡുകൾ സ്റ്റാർ ഹോട്ടലിൻ്റെ തീന്മേശയിലെത്തി. മിസ്സിസ് ഷെറി മെക്കാർഡിൽ ഇംഗ്ലീഷ് ഒരു ഹോബി ആയിട്ടാണ് ഫ്രഞ്ച് ബ്ലാക്ക് ട്രഫിൾസ് ഓഫ് കാൻബറ എന്ന ഫാം തുടങ്ങുന്നത്. ആടിനെ മേയിച്ചിരുന്ന സ്ഥലത്ത് 2500ഓളം ഓക്കും ഹേസൽനട്ടും ട്രീസും പ്ലാന്റ് ചെയ്യുന്നു. 2007 ആദ്യത്തെ ട്രഫിൾ കിട്ടുന്നു.
2009 സാംസണും ജെയ്സണും ഈ ട്രഫിൾ ഫാമിൽ ഹണ്ട് തുടങ്ങുന്നു. അങ്ങനെ സാംസന്റെ ഹാർഡ് വർക്കും ജെയ്സന്റെ ട്രെയിനിങ്ങിന്റെ ഫലമായി 2016 താൻ ജോലി ചെയ്തിരുന്ന 120 ഏക്കർ ട്രഫിൾ ഫാം ജെയ്സൺ സ്വന്തമാക്കുന്നു. സാംസൺ ഇന്നൊരു ഓർമ്മയാണ്. ട്രഫിൾ ഫാമിന്റെ മണ്ണിലും മനസ്സിലും മായാതെ കിടക്കുന്ന മരിക്കാത്ത ഒരു ഓർമ്മ. ട്രഫിൾ ഫാമിന്റെ ലോഗോ മറ്റാരുമല്ല, ജെയ്സന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാംസൺ. കാൻബറയിലുള്ള ട്രഫിൾ ഫാമിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ട്രഫിൾ ഹണ്ടിന് വന്നത്. $75 ആണ് ഒരാൾക്ക്. അപ്പോൾ നമുക്ക് ട്രഫിൾ ഹണ്ടിങ്ങിന് പോവാം, പിന്നെ ട്രഫിൾ ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് ഓട്ടം സീസണിലാണ്, ഇത് റൈപ്പായിട്ട് വിൻ്ററിലാണ് നമ്മൾ ഇതിന് ഹണ്ടിന് പോകുന്നത്. അപ്പോൾ നല്ല തണുപ്പാണ് ഈ സമയത്ത്. പക്ഷേ നല്ലൊരു അടിപൊളി അഡ്വഞ്ചർ ആയിരുന്നു. ഡോഗ്സൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു അഡ്വഞ്ചറാണ്. നമ്മൾ ഈ പറഞ്ഞ ട്രഫിൾ ഫാം മജൂറ വൈനറിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ മജൂറ വൈനറിയുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈം സ്റ്റോൺ ആണ് അവിടുത്തെ സ്പെഷ്യൽ ഫോർമേഷന്. ഈ ലൈം സ്റ്റോൺ ഈ ബ്ലാക്ക് ട്രഫിളിന് ഭയങ്കര നല്ലതെന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ട്രഫിൾ മെയിനായിട്ട് വെസ്റ്റേൺ യൂറോപ്പിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിൽ കൾട്ടിവേഷൻ ചെയ്ത് വരുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് നമ്മളുടെ വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് expensive ingredient, black truffle. Hope you guys like the video. That's it. So adivoli oru variety video aayittu we'll see you next time.